Dear students, welcome to Learner's World. In this video, I'm going to talk about a short story, Hills Like White Elephants by Ernest Hemingway. English language skills for commerce and management. First semester at Calcutta University, become ACE English. Ernest Hemingway was an American novelist, short story writer, and journalist. He was awarded the 1954 Nobel Prize in Literature. Ernest Hemingway ഒരു അമേരിക്കൻ നോവലിസ്റ്റാണ്, ഷോർട്ട് സ്റ്റോറി റൈറ്ററാണ്, അതുപോലെ ജേർണലിസ്റ്റാണ്. അദ്ദേഹത്തിന് 1954 സാഹിത്യത്തിന് നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. Then his notable works are A Farewell to Arms, it published in 1929, and The Sun Also Rises, it published in 1926. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സ് ആണ്, നോവൽസ് ആണ് പറയുന്നത്. എ ഫെയർവെൽ ടു ആംസ്, ഇറ്റ് പബ്ലിഷ്ഡ് ഇൻ 1929, ആൻഡ് ദ സൺ ഓൾസോ റൈസസ്, ഇറ്റ് പബ്ലിഷ്ഡ് ഇൻ 1926. Hills Like White Elephants, it is a short story. First published in August 1927 in the literary magazine Transition, then later in the 1927 short story collection Men Without Women. ഹിൽസ് ലൈക്ക് വൈറ്റ് എലഫൻറ്റ്സ് എന്ന് പറയുന്നത് ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്യുന്നത് ഓഗസ്റ്റ് 1927 ഒരു ലിറ്റററി മാഗസിനായിട്ടുള്ള ട്രാൻസിഷനിലാണ്. പിന്നീട് 1927 ഷോർട്ട് സ്റ്റോറി കളക്ഷൻ. ഇവിടെ ഷോർട്ട് സ്റ്റോറിയിൽ ഷോർട്ട് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ടൈപ്പിംഗ് മിസ്റ്റേക്കാണ്, സോറി. പിന്നീട് 1927 സ്റ്റോറിയുടെ ഒരു സമാഹാരമായിട്ടുള്ള മെൻ വിത്തൗട്ട് വിമൺ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്റ്റോറി കളക്ഷനിൽ ആണ്, പിന്നെ ഷോർട്ട് സ്റ്റോറി കളക്ഷനിലാണ് പിന്നീട് പബ്ലിഷ് ചെയ്യുന്നത്. ദ സ്റ്റോറി വാസ് അഡാപ്റ്റഡ് ഫോർ ഫിലിം ഇൻ 2002. ഇറ്റ്സ് എ ഷോർട്ട് 38-minute ഫിലിം. പിന്നീട് ഈ ഒരു ഷോർട്ട് സ്റ്റോറി 2002 ഫിലിമിലേക്ക് അഡാപ്റ്റ് ചെയ്യുന്നുണ്ട്. 38 minutes മാത്രമുള്ള ഒരു ഷോർട്ട് ഫിലിം ആയിരുന്നു അത്. It's about a man and a young woman sitting in a Spanish train station, drinking, talking and appreciating the countryside scenery across the valley of the Ebro. അപ്പോൾ ഈ ഒരു സ്റ്റോറി എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്? അതായത് ഒരു അബോർഷനെ കുറിച്ചിട്ട് ഇതിൽ പറയുന്നുണ്ട്. അതായത് ഇതിൽ സെറ്റിംഗ് എന്ന് പറയുന്നത് ഒരു സ്പാനിഷ് ട്രെയിൻ സ്റ്റേഷനാണ്. അവിടെ ഒരു വൈറ്റ് മാനും ഒരു ഗേളും, ഈ ഗേളിൻ്റെ ബോയ് ഫ്രണ്ടാണ് വൈറ്റ് മാൻ. അപ്പോൾ അവർ ടോക്കിംഗ് ചെയ്യുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, അതുപോലെ ഡ്രിങ്ക് ചെയ്യുന്നുണ്ട്. ആ സീനറി, കൺട്രി സൈഡിൻ്റെ ആ ഒരു സീനറിയുടെ ബ്യൂട്ടി അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് ഈ ഒരു സ്റ്റോറിയിൽ. എ വൈറ്റ് എലഫൻറ്റ് സിംബലൈസസ് ദ ഗേൾസ് അൺബോൺ ചൈൽഡ്. അപ്പോൾ ഇതിൽ വൈറ്റ് എലഫൻറ്റ്, ഹിൽസ് ലൈക്ക് എ വൈറ്റ് എലഫൻറ്റ് എന്ന് പറയുന്ന വൈറ്റ് എലഫൻറ്റ് എന്തിനെയാണ് സിംബലൈസ് ചെയ്യുന്നത്? ഗേളിൻ്റെ അൺബോൺ ചൈൽഡിനെയാണ്, ജനിക്കാതെ പോയൊരു കുട്ടീനെയാണ് സിംബലൈസ് ചെയ്യുന്നത്. അതായത് ഈ ബോയ് ഫ്രണ്ട് ഈ കുട്ടീനെ കൂടുതൽ ഫോഴ്സ് ചെയ്യുന്നുണ്ട് ഓപ്പറേഷന് വേണ്ടിയിട്ട്. ഇവിടെ ഓപ്പറേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അബോർഷനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫോഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് അവർ ടോക്ക് ചെയ്യുന്നത് ഈ ഒരു സ്റ്റോറിയിൽ. ദെൻ ക്യാരക്ടേഴ്സ് ഓഫ് ദ സ്റ്റോറി. ദ അമേരിക്കൻ, ദ മാൻ, the male protagonist of the story, he never reveals his name. He remains disconnected from his surroundings, not really understanding or even listening to what the girl has to say. അപ്പോൾ ഇതിലൊരു മെയിൻ ക്യാരക്ടറാണ്, ഇതിലൊരു മെയിൽ പ്രൊട്ടഗണിസ്റ്റാണ്. മെയിൽ പ്രൊട്ടഗണിസ്റ്റ് എന്ന് പറഞ്ഞാൽ കേന്ദ്ര കഥാപാത്രം. അപ്പോൾ ഈ ഒരു ദ അമേരിക്കൻ എന്ന് പറയുന്നത് ഒരു മെയിൽ പ്രൊട്ടഗണിസ്റ്റാണ് സ്റ്റോറിയിൽ. അവരുടെ നെയിം വെളിപ്പെടുത്തുന്നില്ല. അവർ ചുറ്റുപാടുമായിട്ട് ഡിസ്കണക്റ്റഡാണ്. അവരിങ്ങനെ സംസാരിക്കുന്നുണ്ട്. ആ പെൺകുട്ടിയെ ഫോഴ്സ് ചെയ്യുന്നുണ്ട് ഓപ്പറേഷന് വേണ്ടിയിട്ട്. പക്ഷേ അയാളൊന്നും ലിസൺ ചെയ്യുന്നില്ല. പെൺകുട്ടിക്ക് എന്താ പറയാനുള്ളത് എന്നുള്ളത് ലിസൺ ചെയ്യുന്നില്ല. അങ്ങനെയുള്ള ഒരാളാണ് അമേരിക്കൻ എന്ന് പറയുന്നത്. ദെൻ ദ ഗേളിനെ ഈ ഒരു ദ അമേരിക്കൻ എന്ന് പറഞ്ഞിട്ടുള്ള ആൾ വിളിക്കുന്ന പേരാണ് ജിഗ് എന്ന് പറയുന്നത്. ഇവിടെ മെയിലല്ല കേട്ടോ, ഫീമെയിലാണ്, സോറി, ഇതൊക്കെ ടൈപ്പിംഗ് മിസ്റ്റേക്കാണ്. ദ ഫീമെയിൽ പ്രൊട്ടഗണിസ്റ്റ് ഓഫ് ദ സ്റ്റോറി, ദ അമേരിക്കൻ കോൾസ് ദ ഗേൾ ജിഗ്, നെവർ മെൻഷൻസ് റിയൽ നെയിം. അപ്പോൾ ദ ഗേൾ എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റോറിയിലെ ഫീമെയിൽ പ്രൊട്ടഗണിസ്റ്റാണ്. അമേരിക്കൻ ആ കുട്ടിയെ വിളിച്ചിരുന്നത് ജിഗ് എന്നായിരുന്നു. അവരുടെ പേരും ഈ ഒരു സ്റ്റോറിയിൽ മെൻഷൻ ചെയ്യുന്നില്ല. ദെൻ ദ ബാർട്ടൻഡർ എന്ന് പറഞ്ഞാൽ ബാറിലെ നടത്തിപ്പുകാരി. The women serving drinks to the American man and the girl, the bartender speaks only Spanish. അപ്പോൾ ബാർട്ടൻഡറാണ് അവർക്ക് ഡ്രിങ്ക്സ് ഒക്കെ സെർവ് ചെയ്യുന്നത്. അവർ സ്പാനിഷ് മാത്രമേ സംസാരിക്കുള്ളൂ. അപ്പോൾ ഇത്രയും ക്യാരക്ടേഴ്സാണ് ഈ ഒരു സ്റ്റോറിയിലുള്ളത്. ദെൻ തീം ഓഫ് ദ സ്റ്റോറി, ടോക്കിംഗ് വേഴ്സസ് കമ്മ്യൂണിക്കേറ്റിംഗ് ആണ് ഇതിൽ പ്രൈമറി തീമായിട്ട് വരുന്നത്.
It is primarily a conversation between the American man and his girlfriend. Both talk but neither listen or understand the other's point of view. അപ്പോൾ ഇതിൽ മെയിൻ തീം എന്ന് പറയുന്നത് ടോക്കിംഗ് അവിടെ നടക്കുന്നുണ്ട്, പക്ഷേ അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ട്. കമ്മ്യൂണിക്കേഷൻ അവിടെ നടക്കുന്നില്ല. അതായത് അവർ തമ്മിൽ ആ ഒരു അമേരിക്കൻ മാനും ഗേളും തമ്മിൽ കോൺവെർസേഷൻ നടക്കുന്നുണ്ട്, പക്ഷെ അവർ തമ്മിൽ ഈ അമേരിക്കൻ മാൻ ലിസൺ ചെയ്യുന്നില്ല എന്താണ് അപ്പുറത്തുള്ള പെൺകുട്ടി പറയുന്നത്, അല്ലെങ്കിൽ മറ്റൊരാളുടെ പോയിൻ്റ് ഓഫ് വ്യൂ മനസ്സിലാക്കാൻ അയാളുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കാൻ കഴിയാത്ത, അവരെ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇതിൻ്റെ തീമായിട്ട് വരുന്നത്. അതാണ് സമ്മറി ഓഫ് ഹിൽസ് ലൈക്ക് വൈറ്റ് എലഫൻസ്. ഇതിൻ്റെ സമ്മറി നോക്കാം. Hills like white elephants open with a long description of the story setting in a train station surrounded by hills, fields and trees in a valley in Spain. അപ്പോൾ ഇതിൻ്റെ സെറ്റിംഗ് എന്ന് പറയുന്നത് സ്പെയിനിലെ ഒരു ട്രെയിൻ സ്റ്റേഷനാണ് ഇതിൽ സെറ്റിംഗ് ആയിട്ട് വരുന്നത്. ഇത് തുടങ്ങുമ്പോൾ തന്നെ ആ ഒരു സ്റ്റോറീൻ്റെ സെറ്റിങ്ങിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഒരു ട്രെയിൻ സ്റ്റേഷനാണ്, അവിടെ ചുറ്റുപാടും കുന്നുകളുണ്ട്, വയലുകളുണ്ട്, മരങ്ങളുണ്ട്, അതുപോലെ വാലി ഉണ്ട്, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു സെറ്റിംഗാണ് ഈ ഒരു സ്റ്റോറിയുടെ തുടക്കത്തിൽ പറയുന്നത്. എ മാൻ നോൺ സിംപ്ലി ആസ് അമേരിക്കൻ ആൻഡ് ഹിസ് ഗേൾ ഫ്രണ്ട് സിറ്റ് അറ്റ് എ ടേബിൾ ഔട്ട്സൈഡ് ദി സ്റ്റേഷൻ വെയിറ്റിംഗ് ഫോർ എ ട്രെയിൻ ടു മാഡ്രിഡ്. അപ്പോൾ ഇതിൽ കഥാപാത്രങ്ങൾ പിന്നീടാണ് പറയുന്നത്. എ മാൻ അമേരിക്കനാണ്, അയാളെ ഒരു മനുഷ്യനാണ്, അയാളെ ഇവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ദ അമേരിക്കൻ എന്ന് പറഞ്ഞിട്ടാണ്. അയാളുടെ ഗേൾ ഫ്രണ്ട് ഉണ്ട്, അവർ പുറത്ത് ട്രെയിൻ സ്റ്റേഷൻ്റെ പുറത്ത് ഒരു ടേബിളിന് ചുറ്റും ഇരിക്കുകയാണ്. അവർ മാഡ്രിഡിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ട്രെയിനാണ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇറ്റ് ഈസ് ഹോട്ട് ആൻഡ് എ മാൻ ഓർഡേഴ്സ് 2 beers. അപ്പോൾ ഭയങ്കര ചൂടായിരുന്നു ആ സമയത്ത് തന്നെ. അമേരിക്കൻ എന്ത് ചെയ്തു, ആ മാൻ 2 ബിയർ ഓർഡർ ചെയ്തു. ദ ഗേൾ റിമാർക്സ് that the nearby hills look like white elephants, to which the American response that he has never seen one. അപ്പോൾ ആ പെൺകുട്ടി പുറത്ത് നല്ല സീനറിയാണ്, ആ കുന്നുകൾ നോക്കിക്കൊണ്ട് പറഞ്ഞു, എനിക്കതിന് വൈറ്റ് എലഫൻ്റായിട്ട് എനിക്ക് തോന്നുന്നു. വൈറ്റ് എലഫൻ്റ് എന്തിനാണ് സിംബലൈസ് ചെയ്യുന്നത്? ഒരു അൺബോൺ ചൈൽഡിനെയാണ് സിംബലൈസ് ചെയ്യുന്നത്. മേ ബി ഈ കുട്ടി പ്രഗ്നൻ്റ് ആവാം എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ അമേരിക്കൻ പറയാണ്, ഞാൻ കാണുന്നില്ലല്ലോ വൈറ്റ് എലഫൻ്റായിട്ട്. ദേ ഓർഡർ മോർ ഡ്രിങ്ക്സ് ആൻഡ് ബിഗിൻസ് ടു ബിക്കർ അബൌട്ട് ദ ടേസ്റ്റ് ഓഫ് ദ ആൽക്കഹോൾ. അങ്ങനെ അവർ ഒരുപാട് ഡ്രിങ്ക്സ് ഓർഡർ ചെയ്തു. അവരിങ്ങനെ പരസ്പരം പഴിചാറ്റുന്നുണ്ടായി, വഴക്കൂടുന്നുണ്ടായിരുന്നു. ദ അമേരിക്കൻ ചാസ്റ്റിസൈസ് ഹെർ ആൻഡ് സേസ് ദാറ്റ് ദേ ഷുഡ് ട്രൈ ടു എൻജോയ് ദംസെൽസ്. അപ്പോൾ അമേരിക്കൻ ഈ പെൺകുട്ടിയെ ക്രിട്ടിസൈസ് ചെയ്യണം, അതായത് വിമർശിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നമ്മൾ പരസ്പരം എൻജോയ് ചെയ്യണം. ദി ഗേൾ റിപ്ലൈസ് ദാറ്റ് ഷീ ഈസ് മേർലി ഹാവിങ് ഫൺ ആൻഡ് ദെൻ റിട്രാക്ട്സ് ഹെർ ഏർലിയർ കമൻറ്റ് ബൈ സെയിങ് ഹിൽസ് ഡോണ്ട് ആക്ച്വലി ലുക്ക് ലൈക്ക് വൈറ്റ് എലഫൻറ്റ്സ് ടു എനിമോർ. പിന്നീട് ആ പെൺകുട്ടിയുമായിട്ട് വഴക്കിടുന്നുണ്ട്. ദേഷ്യത്തിലാണ് ഈ ഒരു അമേരിക്കൻ മാൻ ഉള്ളത്. ആ പെൺകുട്ടി എന്തിനോ ഫോഴ്സ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ആ പെൺകുട്ടിയെ ആ സമയത്ത് പറഞ്ഞിരുന്ന ആ ഒരു കമൻറ്റ് പിൻവലിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതായത് ഹിൽസ് നോക്കിയിട്ട്, ആ കുന്ന് നോക്കിയിട്ട് പറയുന്നുണ്ട്, എനിക്കതൊരു വൈറ്റ് എലഫൻ്റായിട്ട് ഫീൽ ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ഈ ഒരു അമേരിക്കൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടിട്ട്, വൈറ്റ് മാൻ്റെ ആറ്റിറ്റ്യൂഡ് കണ്ടിട്ട് ആ ഒരു കൊമൻറ്റ് എന്ത് ചെയ്തു, പിൻവലിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ദ ഓർഡർ മോർ ഡ്രിങ്ക്സ് ആൻഡ് അമേരിക്കൻ മെൻഷൻ ദാറ്റ് ഹി വാണ്ട്സ് ദ ഗേൾ whom he calls Jig to have an operation, although he never actually specify what kind of operation. അങ്ങനെ അവർ മോർ ഡ്രിങ്ക്സ് ഓർഡർ ചെയ്തു. അപ്പോൾ അമേരിക്കൻ മെൻഷൻ ചെയ്യുന്നുണ്ട്, എനിക്ക് നിന്നെ വേണം. അവളെ വിളിച്ചിരുന്നത് ജിഗ് എന്നാണ്. നീ ഒരു ഓപ്പറേഷന് തയ്യാറാകണം. പക്ഷേ എന്ത് ഓപ്പറേഷനാണ്, വാട്ട് കൈൻഡ് ഓഫ് ഓപ്പറേഷൻ എന്നുള്ളത് ഇതിൽ മെൻഷൻ ചെയ്യുന്നില്ല. മേ ബി ഈ ഒരു വൈറ്റ് എലഫൻ്റ് സിംബലൈസ് ചെയ്യുന്നത് അൺബോൺ ചൈൽഡിനെയാണ്. മേ ബി പെൺകുട്ടി പ്രഗ്നൻ്റ് ആവാം. അപ്പോൾ അതിനുള്ള അബോർഷൻ ചെയ്യാനാകാം ഇയാൾ ഫോഴ്സ് ചെയ്യുന്നത്. ഈ സീംസ് എജിറ്റേറ്റഡ് ആൻഡ് ട്രൈസ് ടു ഡൗൺ പ്ലേ ദ ഓപ്പറേഷൻ സീരിയസ്നെസ്. അങ്ങനെ അയാൾക്ക് ദേഷ്യമുണ്ട്, ദേഷ്യത്തോടു കൂടിയാണ് പറയുന്നത്. അയാൾ ആ ഒരു ഓപ്പറേഷൻ്റെ സീരിയസ്നെസ് കുറച്ചുകൊണ്ടാണ് പറയുന്നത്. ഹി ആർഗ്യൂസ് ദാറ്റ് ദ ഓപ്പറേഷൻ വുഡ് ബി സിമ്പിൾ ഫോർ എക്സാമ്പിൾ ബട്ട് ദെൻ സേസ് ദ പ്രൊസീജിയർ റിലീസ് ഇൻ ഈവൻ ആൻ ഓപ്പറേഷൻ അറ്റ് ഓൾ. അപ്പോൾ അയാൾ പറയാണ്,
ഈ ഒരു ഓപ്പറേഷനൊക്കെ വളരെ സിമ്പിളാണ്, എല്ലാവരും ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഓപ്പറേഷൻ്റെ സീരിയസ്നെസ് ഇല്ലാതാക്കുകയാണ്. ദ ഗേൾ സീസ് നത്തിങ് ഫോർ എ വൈൽ ബട്ട് ദെൻ ഷീ ആസ്ക് വാട്ട് വിൽ ഹാപ്പൻ ആഫ്റ്റർ ഷീ ഹാഡ് ദ ഓപ്പറേഷൻ. അങ്ങനെ പെൺകുട്ടി ഒന്നും കുറേ സമയത്തിന് മിണ്ടിയില്ല. പിന്നീട് പറയുന്നുണ്ട്, ഞാൻ ഈ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് നമ്മുടെ ലൈഫ് എങ്ങനെയായിരിക്കും. ദ മെൻ ആൻസേഴ്സ് ദാറ്റ് തിങ്സ് വിൽ ബി ഫൈൻ ആഫ്റ്റർ വാട്ട് ജസ്റ്റ് ലൈക്ക് ദേ വർ ബിഫോർ ആൻഡ് ദാറ്റ് ഇറ്റ് വിൽ ഫിക്സ് ദെയർ പ്രോബ്ലംസ്. അപ്പോൾ ഇയാൾ പറയണം, ഓപ്പറേഷൻ കഴിഞ്ഞാൽ എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോകും, നമ്മുടെ പ്രോബ്ലംസ് എല്ലാം മാറും, നമ്മുടെ ലൈഫ് കുറച്ചുകൂടെ ബെറ്റർ ആകുമെന്ന് പറയാണ്. ഇതുവരെ ഉണ്ടായിരുന്ന ഒരു ലൈഫല്ലേ ഇനി വരാൻ പോകുന്നതെന്ന് പറയണം. ഈ സീസ് ഹി ഹാസ് നോൺ എ ലോട്ട് ഓഫ് പീപ്പിൾ ഹു ഹാവ് ഹാഡ് ദ ഓപ്പറേഷൻ ആൻഡ് ഫൗണ്ട് ഹാപ്പിനെസ് ആഫ്റ്റർ വാട്ട്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഞാൻ ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു ഓപ്പറേഷൻ ചെയ്തിട്ട് അവർ പിന്നീട് അതിനുശേഷം ഒരുപാട് സന്തോഷത്തിൽ നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. ദ ഗേൾ ഡിസ്പാഷനറ്റ്ലി അഗ്രീസ് വിത്ത് ഹിം. അങ്ങനെ ആ കുട്ടി മനമില്ലാ മനസ്സോടെ അതിന് എഗ്രി ചെയ്യുകയാണ്. ദ അമേരിക്കൻ ദെൻ ക്ലെയിംസ് ദാറ്റ് ഹി വോണ്ട് ഫോഴ്സ് ഹർ ടു ഹാവ് ദ ഓപ്പറേഷൻ ബട്ട് തിങ്സ് ഇറ്റ്സ് ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ ടു ടേക്ക്. അപ്പോൾ അമേരിക്കൻ ഇങ്ങനെ പറയണം, ഞാൻ ഒരിക്കലും നിന്നെ ഫോഴ്സ് ചെയ്യുന്നില്ല കേട്ടോ. അയാളാണ് ഫോഴ്സ് ചെയ്യുന്നത് ഈ ഒരു ഓപ്പറേഷന് വേണ്ടിയിട്ട്. ആ കുട്ടി മനമില്ലാ മനസ്സോടെയാണ് സമ്മതിക്കുന്നത്. പക്ഷേ അയാൾ പറയുകയാണ്, ഞാൻ നിന്നെ ഫോഴ്സ് ചെയ്യുന്നില്ല കേട്ടോ, പക്ഷേ ഇതാണ് നമുക്ക് എടുക്കാൻ പറ്റിയ ഒരു നല്ലൊരു ആക്ഷൻ എന്ന് പറയുന്നത്. She tells him that she will have the operation as long as he will still love her and they will be able to live happily together afterward. അപ്പോൾ അവൾ പറയാണ് അവനോട്, ഈ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നോട് സ്നേഹം കൂടുമോ, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുമോ, നമ്മളെ ഇതുവരെ ജീവിച്ചതിനേക്കാളും കൂടുതൽ ഹാപ്പി ആയിട്ട് നമ്മൾ ഇതിന് ശേഷം ജീവിക്കുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. ദ മാൻ ദെൻ എംഫസൈസസ് ഹൗ മച്ച് ഹി കെയർസ് ഫോർ ദ ഗേൾ. അങ്ങനെ ഈ ഒരു മനുഷ്യന് എംഫസൈസ് ചെയ്യാണ് എങ്ങനെയാണ് അവളെ ഇയാൾ കെയർ ചെയ്യുന്നത്. ബട്ട് ഷീ ക്ലെയിംസ് നോട്ട് ടു കെയർ അബൌട്ട് വാട്ട് ഹാപ്പൻസ് ടു ഹെർ സെൽഫ്. പക്ഷേ അവൾ പിന്നീട് അവകാശപ്പെടുകയാണ്, നിങ്ങളെന്നെ കെയർ ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട്, പക്ഷേ എനിക്കിപ്പോൾ സംഭവിച്ചത് എന്താണോ അതിനെക്കുറിച്ചിട്ട് നിങ്ങൾ കെയർ ചെയ്യുന്നില്ല. ദ അമേരിക്കൻ വീക്ക്ലി സേസ് ദാറ്റ് ഷീ ഷുഡിൻ ഹാവ് ദ ഓപ്പറേഷൻ ഇഫ് ദാറ്റ്സ് റിയലി ദ വേ ഷീ ഫീൽസ്. പിന്നീട് അമേരിക്കൻ പറയുന്നുണ്ട്, നിനക്ക് വേണ്ടെങ്കിൽ ചെയ്യേണ്ട, ഓപ്പറേഷൻ ചെയ്യേണ്ട എന്നുള്ള രീതിയിൽ, നീ അതിൽ ഓക്കെ അല്ലെങ്കിൽ ചെയ്യേണ്ട എന്ന് പറയുന്നുണ്ട്. ദ ഗേൾ ദെൻ വാക്സ് ഓവർ ടു ദ എൻഡ് ഓഫ് ദ സ്റ്റേഷൻ, ലുക്സ് അറ്റ് ദ സീനറി ആൻഡ് വണ്ടേഴ്സ് ലോട്ട് വെദർ ദേ റിയലി കുഡ് ബി ഹാപ്പി ഇഫ് ഷീ ഹാസ് ദ ഓപ്പറേഷൻ. പിന്നീട് ആ കുട്ടി ആ ഒരു സീനറിയിലേക്ക് നോക്കിക്കൊണ്ട് ആ കുട്ടി അത്ഭുതപ്പെടുകയാണ്, ഈ ഒരു ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ ഹാപ്പി ആവില്ലല്ലോ എന്നുള്ളത്. ദേ ആർഗ്യൂ ഫോർ എ വൈൽ അണ്ടിൽ ദ ഗേൾ ഗെറ്റ്സ് ടയേർഡ് ആൻഡ് മേക്സ് അമേരിക്കൻ പ്രോമിസ് ടു സ്റ്റോപ്പ് ടോക്കിംഗ്. അങ്ങനെ അവർ തമ്മിൽ ഒരു ആർഗ്യുമെൻറ്റ് നടന്നു, ഒരു വാഗ്ദാനം, അതായത് വഴക്ക് നടന്നിട്ടുണ്ടായിരുന്നു. ആ കുട്ടി ടയേർഡാകുന്നത് വരെ, ആ പെൺകുട്ടി ടയേർഡാകുമെന്നത് വരെ അവർ തമ്മിൽ വഴക്ക് നടന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് അമേരിക്കൻ പ്രോമിസ് ചെയ്യാണ്, ഇനി നമ്മൾ സംസാരിക്കില്ല, ടു സ്റ്റോപ്പ് ടോക്കിംഗ്. ഓക്കെ. The Spanish bartender brings 2 more beers and tells him that the train is coming in 5 minutes. അങ്ങനെ ആ ഒരു സ്പാനിഷ് ബാർട്ടൻഡർ ഉണ്ടായിരുന്നു, ആ ഒരു ബാറുകാരി, ആ ബാറിലെ നടത്തിപ്പുകാരി. അവർ അവിടുത്തെ വെയിറ്റേഴ്സ് ആകാം മേ ബി. അവർ 2 more ബിയർ കൂടെ അവർക്ക് സെർവ് ചെയ്തിട്ട് പറഞ്ഞു, നിങ്ങളുടെ ട്രെയിൻ 5 minutesൻ്റെ ഉള്ളിൽ വരും. ദ ഗേൾ സ്മൈൽസ് അറ്റ് ദ ബാർട്ടൻഡർ ബട്ട് ഹാസ് ടു ആസ്ക് the American what she said because girl doesn't speak Spanish. അപ്പോൾ ഈ ബാർട്ടൻഡർ സ്പാനിഷാണ് സംസാരിക്കുക. അപ്പോൾ ആ പെൺകുട്ടി ബാർട്ടൻഡറോട് ചിരിക്കുന്നുണ്ട്. ആ സമയത്ത് അമേരിക്കൻ ചോദിക്കുകയാണ്, ഒരു വൈറ്റ് മാൻ ചോദിക്കുകയാണ്, അവളെന്താ പറയുന്നത്, നിനക്ക് സ്പാനിഷ് അറിയില്ലല്ലോ, സ്പീക്ക് ചെയ്യാൻ അറിയില്ലല്ലോ. ആഫ്റ്റർ ഫിനിഷിംഗ് ദെയർ ഡ്രിങ്ക്സ് ദ അമേരിക്കൻ ക്യാരീസ് ദെയർ ബാഗ്സ് ടു ദ പ്ലാറ്റ്ഫോം ആൻഡ് ദെൻ വാക്സ് ബാക്ക് ടു ദ ബാർ. അങ്ങനെ അവരുടെ ഡ്രിങ്ക്സ് ഫിനിഷ് ചെയ്തതിന് ശേഷം അമേരിക്കൻ അവരുടെ ബാഗ്സൊക്കെ എടുത്തിട്ട് പ്ലാറ്റ്ഫോമിലേക്ക് പോവുകയാണ്. നോട്ടീസിങ് ഓൾ ദ അതർ പീപ്പിൾ ഹു ആർ ഓൾസോ വെയിറ്റിംഗ് ഫോർ ദ ട്രെയിൻ. ആ സമയത്താണ് ഈ ഒരു വൈറ്റ് മാൻ നോട്ടീസ് ചെയ്യുന്നത് ബാക്കിയുള്ള ആളുകളൊക്കെ ആ ഒരു ട്രെയിനിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഈ ആസ് ദ ഗേൾ വെദർ ഷീ ഫീൽസ് ബെറ്റർ. അങ്ങനെ ഈ ഒരു വൈറ്റ് മാൻ ചോദിക്കുകയാണ് പെൺകുട്ടിനോട്, നീ ഇപ്പോൾ ഓക്കെ അല്ലേ, എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ. ഷീ സേസ് ഷീ ഫീൽസ് ഫൈൻ ആൻഡ് ദ ദർ ഈസ് നത്തിങ് റോങ് വിത്ത് ഹെർ. പക്ഷേ അവൾ പറയുന്നുണ്ട്, ഞാൻ ഓക്കെ ആണ്, പക്ഷേ അവളുടെ ഉള്ളിൽ അവൾ ഓക്കെ അല്ലായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ
ഒരു ടോക്കിംഗ് വേഴ്സസ് കമ്മ്യൂണിക്കേഷൻ നമുക്ക് കാണാൻ കഴിയും. അതായത് ഇവിടെ ടോക്കിംഗ് നടക്കുന്നുണ്ട്, സംസാരം നടക്കുന്നുണ്ട്, പക്ഷേ അപ്പുറത്തിരിക്കുന്ന ആളുടെ ആ ഒരു ഫീലിങ്സ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അപ്പുറത്തിരിക്കുന്ന ആളെ ലിസൺ ചെയ്യുന്നില്ല. അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഓക്കെ.